അക്ഷരങ്ങൾ കൊണ്ട് കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഒരുക്കിയ ഉത്സവത്തിന് കൊടിയിറങ്ങി. പുസ്തകോത്സവത്തിൽ 4 ദിവസം കൊണ്ട് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ലക്ഷ്യമിട്ടതിലും വലിയ വിജയമാണ് പുസ്തകോത്സവമെന്ന് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി.കെ. വിജയൻ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അക്ഷരങ്ങളുടെ ഉത്സവമായിരുന്നു കഴിഞ്ഞ 4 ദിവസം കണ്ണൂരിൽ. മഴ മാറി പ്രകൃതി പോലും അനുഗ്രഹിച്ച 4 നാൾ. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഒരുക്കിയ പുസ്തകോത്സവത്തിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് വിറ്റുപോയത്. 7000-ഓളം പേരാണ് പുസ്തകോത്സവ നഗരിയിൽ എത്തിയതെന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി.കെ. വിജയൻ. 4 ദിവസമായി കണ്ണൂർ ജില്ലയിലെ ഗ്രന്ഥശാല പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു വലിയ ഒഴുക്കായിരുന്നു. 4 ദിവസം കൊണ്ട് ഒരു 7000 പേരാണ് ഇവിടെ ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുത്തത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ പുസ്തകോത്സവമായി ഇത് മാറിയെന്നും പി.കെ. വിജയൻ പറഞ്ഞു. മലയാളത്തിൽ ഇറങ്ങിയ എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഒരുക്കിയ സ്റ്റാളുകളിൽ ലഭ്യമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പുസ്തകമേളയാണ് ഇവിടെ നടക്കുന്നത്. 70ഓളം പ്രസാധകർ, 150-നടുത്ത് സ്റ്റാളുകൾ, കേരളത്തിലെ ഏറ്റവും സംഘടിതമായ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു പുസ്തകോത്സവമാണിത്. അതുകൊണ്ട് വൈവിധ്യപൂർണമായ, അത് നോവലായാൽ കഥയായാൽ പുതിയ പുസ്തകങ്ങളെല്ലാം, പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുതിയ പുസ്തകങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അവർക്കൊക്കെ നിരവധി വായനക്കാരാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. അവരെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കണ്ണൂർ ജില്ലയിലെ ലൈബ്രറികളെയെല്ലാം സജീവമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. പുസ്തകങ്ങൾ വാങ്ങുക എന്നതിനപ്പുറം ഇത് വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതിനു കൂടിയാണ് പ്രാധാന്യം നൽകുന്നത്. അതിനനുസൃതമായ പരിപാടികൾ എല്ലായിടത്തും സംഘടിപ്പിക്കുമെന്നും പി.കെ. വിജയൻ വ്യക്തമാക്കി. ഞങ്ങളെ ഈ പുസ്തകോത്സവം സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. പുസ്തകം വാങ്ങൽ മാത്രമല്ല, ആ പുസ്തകം ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ 4 ദിവസമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമാണ്. ഉദാഹരണത്തിന് റീഡിംഗ് തിയേറ്റർ എന്ന ഒരു പരിപാടി ഇവിടെ നടപ്പാക്കുകയുണ്ടായി. അത് ഈ നാടകത്തിൻ്റെ രംഗവായന എന്ന് പറയും. അതിലൂടെ പുസ്തക വായനയാണ്, അല്ലെങ്കിൽ പുസ്തക വായന പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം. നിരവധി പുസ്തകങ്ങളും പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാധാകൃഷ്ണൻ പട്ടാന്നൂരിന്റെ ഇയൽ വാഗെ പൂത്ത പാതകൾ എന്ന നോവൽ സിറ്റി പോലീസ് കമ്മീഷണർ പി. നിതിൻ രാജ് പ്രകാശനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം.കെ. മനോഹരൻ പുസ്തകം ഏറ്റുവാങ്ങി. കഥാകൃത്ത് ടി.പി. വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് കെ. ബാലകൃഷ്ണൻ, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി.കെ. വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചിന്ത പബ്ലിക്കേഷൻസാണ് പ്രസാധകർ. പുസ്തകോത്സവത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.